പരിശുദ്ധമായ പുണ്യമായ ഏറ്റവും മനോഹരമായ ശഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. ശഅബാൻ മാസം നമുക്കറിയാം, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ ഒരു മാസമാണ് പുണ്യമായ ശഅബാൻ മാസം. ആ ശഅബാനിന്റെ പവിത്രതയിൽ ഏറ്റവും മഹത്വമാണ് നമുക്കറിയാം. ഇന്നലെ ബറാഅത്തിന്റെ രാവ് നമ്മിൽ നിന്ന് കടന്നുപോയി. ഇന്ന് ബറാഅത്തിന്റെ ദിനമാണ്. പരിശുദ്ധമായ നോമ്പെടുത്ത് നമ്മളെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തന്റെ മനസ്സും ശരീരവും ഒക്കെ ആത്മാർത്ഥമായിട്ട് അവിടുന്ന് കൊടുത്തുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആരാധിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു തആല നമുക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ പുണ്യമായ ഈ ദിനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇതുപോലെ തന്നെ അധികരിപ്പിക്കേണ്ടതാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് എന്ന് പറയുന്നത്. മുത്തുനബിയുടെ പേരിൽ നമുക്ക് എത്രത്തോളം സ്വലാത്ത് ചൊല്ലാൻ പറ്റുമോ ആ സ്വലാത്തുകളൊക്കെ നമ്മൾ അധികരിപ്പിക്കുക എന്നത് ഈ പുണ്യമായ ദിനത്തിന്റെ ഏറ്റവും വലിയൊരു മഹത്വമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാൻ എന്നോടും നിങ്ങളോടും കൽപ്പിക്കപ്പെട്ട പരിശുദ്ധമായ മാസമാണിത്. മഹാനായ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. പുന്നാർ നബി തങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ അങ്ങനെ ഒരുപാട് യാത്ര ചെയ്ത് കഴിയുമ്പോൾ റസൂലുള്ള പെട്ടെന്ന് സന്തോഷത്തോടെ മുഖം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ള ദീർഘനേരം സുജൂദിൽ കിടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടന്നു. സുജൂദിൽ ഇരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുദീർഘമായിട്ട് അവിടുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. പക്ഷേ സന്തോഷത്തോടെയാണ്, ആനന്ദ കണ്ണീരെന്ന് നമ്മൾ പറയുമല്ലോ, അതുപോലെയാണ് റസൂലുള്ളാഹി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഹാനായ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, റസൂലുള്ളാഹി സുജൂദിൽ നിന്ന് എണീറ്റ ശേഷം എന്ത് പറ്റി നബിയേ? എന്തിനാണ് ഇങ്ങനെ സന്തോഷത്തോടു കൂടെ ഇരിക്കുന്നത്, സന്തോഷത്തോടു കൂടെ ഇങ്ങനെ നിൽക്കുന്നത്? എന്ത് പറ്റി ഇങ്ങനെ സുജൂദ് ചെയ്തത് എന്തിനാണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തങ്ങളെ അല്ലാഹുവിന്റെ മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഏത് ആയത്താണ് ഇറങ്ങിയത്? നമ്മളെല്ലാവരും എല്ലാ വെള്ളിയാഴ്ച ദിവസവും കേൾക്കുന്ന ഒരായത്താണ്. ഉസ്താദ് മിമ്പറിൽ നിന്ന് ഓതുന്ന ഒരായത്താണ്. ഏതാണ്? ബിസ്മില്ലാഹ് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഞാനും എൻ്റെ മലക്കുകളും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും ചൊല്ലണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്താൻ തെരഞ്ഞെടുത്ത മാസം ഈ പുണ്യമായ മാസമാണല്ലോ. അതുകൊണ്ട് ഈ മാസം, അതുകൊണ്ടാണ് ശഅബാനു ശഹരി, ഇത് എന്റെ മാസമാണെന്ന് പഠിപ്പിച്ചത് റസൂലുള്ളാഹ്. അതുകൊണ്ട് ഈ ബറാഅത്തിന്റെ സുദിനമായി ഇന്ന് സ്വലാത്തുകൾ നമുക്ക് ഒരുപാട് അധികരിപ്പിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അങ്ങനെ നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട മാസം കൂടെയാണല്ലോ ഇത്. മഅ്ശറിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അവിടുന്ന് സാക്ഷിയായിട്ട് വരും. അല്ലാഹുവേ, ഒരു ദിവസം എന്ന് പറയുന്നത് 50,000 വർഷത്തിന്റെ ദൈർഘ്യമാണ് മഅ്ശറിലുള്ളത്. ആ ഒരു പരിശുദ്ധമായ അല്ലാഹുവിന്റെ മഅ്ശറിൽ നമുക്ക് വിജയിക്കണം. അവിടെ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ നമുക്ക് പെടണം. അല്ലാഹു തആല നമുക്ക് അതിന്റെ ഖബൂലിയത്ത് നൽകട്ടെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഅ്ശറിൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉന്നതി എന്ന് പറയുന്നത് അവിടെ നമ്മൾ സ്വലാത്തിനെ അധികരിപ്പിക്കുമ്പോഴാണ്. ഇവിടെ നമ്മൾ സ്വലാത്തിനെ അധികരിപ്പിച്ചാൽ ആ സ്വലാത്ത് കാരണത്താൽ അല്ലാഹു തആല നാളെ റബ്ബിന്റെ മുമ്പിൽ നമ്മളെ വിജയിപ്പിക്കുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നാളെ മഅ്ശറിൽ ഒരു മനുഷ്യനെ കൊണ്ടുവരികയാണ്. ആ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് തിന്മകളുണ്ട്. ആ മനുഷ്യന്റെ തിന്മകൾ നോക്കി നോക്കുമ്പോ തിന്മയാണ് ഏറ്റവും കൂടുതൽ ഭാരം കാണുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ആ മനുഷ്യനെ പടച്ചവനെ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയാൻ മലക്കുകൾ കൊണ്ടുപോവുകയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇത് കാണുകയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, തങ്ങളെ നിങ്ങളുടെ ഇന്നാലിന്റെ ഒരു അനുയാരിയതാ നരകത്തിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയാൻ കൊണ്ടുപോവുകയാണ്. കാരണം ഒരുപാട് തിന്മകളാണ്, ഒരുപാട് തെറ്റുകളാണ്. ഇത് കാരണത്താലാണ് കൊണ്ടുപോകുന്നതെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാൻ. അല്ലാഹുവിന്റെ ഹബീബ് അവിടേക്ക് ഇടപെടാൻ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യന്റെ അടുത്തേക്ക് കടന്നു വരുന്നു. അല്ലാഹുവേ മലക്കുകളോട് പറയുന്നു, ഈ മനുഷ്യനെ കൊണ്ടുപോകാൻ പാടില്ല. മലക്കുകൾ പറയും, അല്ലാഹുവിന്റെ കൽപ്പന ഇങ്ങനെയാണല്ലോ, ഞങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ നരകത്തിലേക്ക് ഇടാനാണ് കൽപ്പന. കാരണം ഈ മനുഷ്യന്റെ തിന്മ കൂടുതലാണ്, നന്മ കുറവാണ്. അതുകൊണ്ട് ഈ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുന്ന് മലക്കുകൾ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയാണ്, മുത്ത് നബിയല്ലേ പറയുന്നത്, നിക്കൂ. അല്ലാഹു തആല മലക്കുകളോട് പറയാണ്, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യൂ, കൊണ്ടുപോകല്ലേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ മനുഷ്യന്റെ നന്മ ഒന്നും കൂടെ തൂക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് അല്ലാഹു തആല അവിടുന്ന് കേട്ടു. അല്ലാഹു മലക്കുകളോട് കൽപ്പിക്കുന്നു, മുത്ത് നബിയുടെ വാക്കുകൾക്ക് നിങ്ങൾ വില കൽപ്പിക്കൂ, അതുപോലെ പ്രവർത്തിക്കൂ. ആ മനുഷ്യന്റെ നന്മയും തിന്മയും വീണ്ടും തൂക്കുകയാണ്. വീണ്ടും ആ മനുഷ്യന്റെ നന്മയും തിന്മയും തൂക്കപ്പെടുകയാണ്. എന്നിട്ടോ ആ മനുഷ്യന്റെ നന്മ തിന്മകൾ അവിടെ നിന്ന് തൂക്കപ്പെടുമ്പോൾ അല്ലാഹുവേ തിന്മയാണ് വീണ്ടും ഭാരം കാണുന്നത്. വീണ്ടും തിന്മയാണ് ഭാരം കാണുന്നത്. മലക്കൾ പറഞ്ഞു, നബിയെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതല്ലേ, ഈ മനുഷ്യന്റെ തിന്മയാണ് അധികരിച്ചിരിക്കുന്നത്, നരകത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞതല്ലേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു പറഞ്ഞെന്നറിയോ? തന്റെ കയ്യിൽ നിന്നൊരു കടലാസ് എടുത്തിട്ട് ആ നന്മയുടെ ത്രാസിലേക്ക് വെക്കുകയാണ്. നന്മയങ്ങ് ഭാരം തൂങ്ങി പോവുകയാണ്. തിന്മയങ്ങ് പടച്ചവനെ ഭാരം കുറഞ്ഞിട്ട് മേലോട്ട് പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഈ ചെറുപ്പക്കാരനെ സ്വർഗത്തിന്റെ ഉള്ളറയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ചെറുപ്പക്കാരൻ ചോദിക്കാണ്, നബിയെ എന്താണത്? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ എന്റെ പേരിൽ ചൊല്ലിയിട്ടുള്ള സ്വലാത്താണ്. എന്റെ പേരിൽ നീ ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിച്ചിരുന്നല്ലോ. ആ സ്വലാത്തുകളാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നോക്കണേ, മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ സ്വലാത്തുകളാണ് ഇത് എന്ന് അല്ലാഹുവേ മുത്തുനബി അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട പരിശുദ്ധമായ മാസമാണ് ഈ പുണ്യമായ മാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പുണ്യമായ ദിനം കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രവർത്തിക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത്, ഇന്ന് മഗ്‌രിബിന്റെ മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ പ്രിയപ്പെട്ട മരണപ്പെട്ടു പോയ ഉമ്മയും ബാപ്പയും ബന്ധപ്പെട്ടവരുണ്ടാകും, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ട് മറ്റു സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക. കാരണം ഇത് അല്ലാഹു തആല ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു മാസമാണ്, ദിവസമാണ് ഇന്നത്തെ ദിവസമൊക്കെ. അപ്പൊ ഇന്ന് മഗ്‌രിബിന്റെ മുമ്പായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ, നമ്മൾ ബന്ധപ്പെട്ടവരുടെ ഖബറിൽ നമ്മൾ പോയിട്ടില്ല എങ്കിൽ, അവർക്ക് വേണ്ടി ഒരു സ്വതക്കയും ദാനധർമ്മങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ഹദിയകൾ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ, അത് ഇന്ന് ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന്റെ മുമ്പായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഒരു ഹദീസിലുണ്ട്, അന്ന റജുലൻ ഖാല ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ, ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരികയാണ്. ഇന്ന ഉമ്മീ ഉഫ്തുലിതത് നഫ്സുഹാ, എന്നിട്ട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി നബിയേ. എന്റെ ഉമ്മയ്ക്ക് പെട്ടെന്നാണ് മരണം സംഭവിച്ചത്. അസുഖബാധിതയല്ല, വിഷമത്തിൽ കിടക്കുകയല്ല, കൂടുതലായിട്ട് പടച്ചവനെ മരണത്തിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടിരുന്നില്ല.
എന്നിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, അങ്ങനെ എങ്ങാനും എന്റെ ഉമ്മ എന്നോട് സ്വതക്ക ചെയ്യണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, എന്റെ ഉമ്മ സ്വതക്കയുള്ള ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ, എന്തെങ്കിലും മുൻകൂട്ടിയിട്ട് പറയാനുള്ള ഒരു അവസരം മുത്തുനബിയെ എന്റെ ഉമ്മാക്കുണ്ടായിരുന്നെങ്കിൽ, ഒരു സ്വതക്ക ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ ഉമ്മ അത് ചെയ്യുമായിരുന്നു, അതിന് വേണ്ടി പ്രവർത്തിക്കുമായിരുന്നു, അതിന്റെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. എന്താ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട ഉമ്മക്ക് അവിടുന്ന് ഒരു നന്മ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടില്ല നബിയെ, അവസരം കിട്ടിയിട്ടില്ല നബിയെ. കാരണം എന്തേ? പെട്ടെന്ന് എന്റെ ഉമ്മ മരിച്ചു. നമ്മുടെയൊക്കെ അവസ്ഥ തന്നെയാണ്, നമ്മുടെയൊക്കെ അവസ്ഥ തന്നെയാണ്. എപ്പോഴാണ് എങ്ങനെയാണ് മരിക്കൊന്നും പറയാൻ കഴിയില്ല അല്ലേ? അല്ലാഹുവേ പടച്ചവനെ. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ ഞാൻ സ്വതക കൊടുത്താൽ എന്റെ ഉമ്മയിലേക്ക് അതെത്തുമോ? ഞാൻ കൊടുക്കേണ്ടതുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചെറുപ്പക്കാരാ, നിന്റെ ഉമ്മാക്ക് വേണ്ടി നീ സ്വതക്ക ചെയ്യ്, ദാനധർമ്മങ്ങൾ ചെയ്യ്. ആ ദാനധർമ്മം നിന്റെ ഉമ്മാന്റെ ഖബറിലേക്ക് എത്തുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പല ആൾക്കാരും പറയുമല്ലോ, മരിച്ചു പോയാൽ അതോടുകൂടെ കഴിഞ്ഞു, ഒരു യാസീൻ ഓതൂല, സ്വലാത്ത് ചൊല്ലൂല, തസ്ബീഹ് ചൊല്ലൂല, സ്വതക്കകൾ കൊടുക്കൂല. മരിച്ചു പോയാൽ അതുപോലെ അത് കഴിഞ്ഞു, ഇതൊക്കെ ദുനിയാവെന്ന് ചെയ്യേണ്ടിയിരുന്നു പറയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ലേ, നമ്മുടെ മുമ്പിലില്ലേ, പല ആൾക്കാരില്ലേ. അവരൊക്കെ കാണേണ്ട ഹദീസാണിത്. അതില്ല എന്ന് പറയുമ്പോ ഈ ഹദീസിനെ അവിടെ നിഷേധിക്കലാണ്, റസൂലുള്ളാഹിനെ നിഷേധിക്കലാണ്. അല്ലാഹു തആല ബോധം നൽകട്ടെ. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഇതുപോലെ കടന്നു വന്ന ഒരു മനുഷ്യനോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഖിയുൽ മാ, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ നീ വെള്ളത്തിന്റെ സൗകര്യം ചെയ്തു കൊടുക്കൂ, ഒരു കിണർ നിർമ്മിച്ചു കൊടുക്കൂ സഹോദരാ. അങ്ങനെയും പറഞ്ഞ ഹദീസുകൾ കാണാം. അങ്ങനെയും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകൾ നമുക്ക് കാണാം. അതുകൊണ്ട് പടച്ചവനെ, ഒരിക്കലും മരണപ്പെട്ടു പോയവരെ നമ്മൾ തളർത്തരുത്. അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് അവരെ സംരക്ഷിക്കുന്ന, ദുനിയാവിൽ സംരക്ഷിക്കുന്ന മക്കളെയാണ്, ആഖിറത്തിൽ സംരക്ഷിക്കുന്ന മക്കളെയാണ്. അവർക്ക് വേണ്ടത് അവരെയാണ്. മനസ്സിലായോ? അവർക്ക് വേണ്ടത് ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ ഈ കാര്യം എന്റെ പ്രിയമുള്ളവരെ മുറുകെ പിടിക്കണം, സ്വലാത്തിന് അധികരിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയ്ക്കും ബാക്കിക്കും വേണ്ടി നമ്മൾ നന്മ ചെയ്യണം. അവരെ ഓർക്കുന്ന മക്കൾ മരിച്ചു കഴിഞ്ഞാലും അവർക്ക് വേണ്ടി നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളെയാണ് ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പള്ളിക്കാട്ടിൽ മറവ് ചെയ്തിട്ട് അന്ന് പോന്നതാണ് പള്ളിക്കാട്ടിൽ നിന്ന് ഉമ്മാന്റെ അടുത്ത് നിന്ന്, പിന്നെ ഉമ്മാന്റെ ഖബറിന്റെ അടുത്ത് പോലും ഒന്ന് പോയിട്ടില്ല, ഉമ്മയോടൊന്ന് സലാം പറഞ്ഞിട്ടില്ല. ബാപ്പ എന്തെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്, ആ ബാപ്പയ്ക്കൊരു നന്മയും പിന്നീട് ചെയ്തു കൊടുത്തിട്ടില്ല. ബാപ്പയോടൊരു സന്തോഷത്തിന്റെ കലാമ് പറയാൻ, ബാപ്പയ്ക്ക് വേണ്ടി നന്മകൾ ചെയ്യാൻ ഒരു മനസ്സവിടെ നിന്ന് കാണിച്ചിട്ടില്ല. അതൊന്നും ശിർക്ക്, അതൊക്കെ ശിർക്കാണെന്ന് പറയുന്ന എത്ര ആളുകളാണ് നമ്മുടെ കൂട്ടത്തിൽ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള ഹദീസുകളിൽ എത്രയോ തെളിവുകളുണ്ട്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ബോധം നൽകണേ റഹ്മാനേ, നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ തമ്പുരാനെ, ഇരുലോക വിജയികളിൽ പെടുത്തണേ അല്ലാഹ്. നന്മയുടെ പക്ഷം ചേർന്നിരിക്കാൻ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടല്ലോ, അവിടൊക്കെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഖൈറദ് ദുനിയ വ ഖൈറൽ ആഖിറ വസ്രിഫ് അന്നാ ശർറദ് ദുനിയ വ ശർറൽ ആഖിറ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വ ഫിൽ ആഖിറതി ഹസനതൻ വ ഖിനാ അദാബൻ നാർ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
الرحيم آمين برحمتك يا أرحم الراحمين. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.